Hi students, welcome to Greater Than Academy. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് CBSE ക്ലാസ് 10 ചാപ്റ്റർ 3ലെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ പാർട്ട് 3 ആണ്. ഇപ്പോൾ പാർട്ട് 1 പാർട്ട് 2 എന്ന ഈ രണ്ട് വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 3 കാണുക. കാരണം പാർട്ട് 1ലും പാർട്ട് 2ലും ഈ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാലൻസ് പോർഷൻ ആണ് പാർട്ട് 3ല്. ഇപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 3 വീഡിയോ കാണുക. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ കാര്യം, അതായത് ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ ഒരു ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 പോസിബിലിറ്റീസ് ആണ്. അതായത് അവരെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അവരെ എന്ത് ചെയ്യാം, ഇന്റർസെക്ട് ചെയ്യാം, അല്ലെ, ഇന്റർസെക്റ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കാം, കോ ഇൻസിഡന്റ് ആയിരിക്കാം. കോ ഇൻസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്ങനെ ആയിരിക്കാം, പാരലൽ ആയിരിക്കാം. ഇപ്പോൾ 3 പോസിബിലിറ്റീസ് ആണ്. ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റർസെക്റ്റിംഗ് ആയിരിക്കാം, സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കോ ഇൻസിഡന്റ് ആയിരിക്കാം, തേർഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് പാരലലും ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ 3 പോസിബിലിറ്റീസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ എന്തായിരിക്കും? ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ എക്സാക്ട്ലി വൺ സൊല്യൂഷൻ, അതായത് യൂണിക് സൊല്യൂഷൻ ആയിരിക്കും. എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആയിരിക്കും. കോ ഇൻസിഡന്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇൻ പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? പാരലൽ ആണെങ്കിൽ നോ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ 3 കണ്ടീഷനാണ്. ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ എക്സാക്ട്ലി വൺ സൊല്യൂഷൻ അല്ലെങ്കിൽ യൂണിക് സൊല്യൂഷൻ. കോഇൻസിഡന്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. പാരലൽ ആണെങ്കിൽ നോ സൊല്യൂഷൻസ്. ഇപ്പൊ ഇങ്ങനെ 3 സിറ്റുവേഷൻ ആണ് നമുക്ക് ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഇത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി നമുക്ക് ഗ്രാഫിക്കലി അല്ലാതെ നമുക്ക് ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിന് വൺ സൊല്യൂഷൻ, എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ അവരെ പ്ലോട്ട് ചെയ്യുന്ന ആ ലൈൻസ് ഇന്റർസെക്റ്റിംഗ് ആണോ, കോഇൻസിഡന്റ് ആണോ, പാരലൽ ആണോ എന്നൊക്കെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ നമ്മൾ ഇതുവരെ ചെയ്തത് എങ്ങനെയാണ്? ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടാണ് അവർ ഇന്റർസെക്റ്റിംഗ് ആണോ, കോഇൻസിഡന്റ് ആണോ, പാരലൽ ആണോ എന്ന് മനസ്സിലാക്കിയിരുന്നത്. ഇനി നമുക്കിവരെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇന്റർസെക്റ്റിംഗ് ആണോ, കോഇൻസിഡന്റ് ആണോ, പാരലൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ആ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് നമുക്ക് നോക്കാം. അതായത് എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 0. എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ ജനറൽ ഫോർമാറ്റിലേക്ക് നമ്മൾ എങ്ങനെ എഴുതാം? ജസ്റ്റ് a1x പ്ലസ് b1y പ്ലസ് c1 ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് നമുക്കൊന്ന് പോവാം. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് a1. അത് ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1ന്റെ ഫസ്റ്റ് ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് a1, വൈയുടെ കോഎഫിഷ്യന്റ് b1 ആൻഡ് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ, ഇവിടെ കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇനി എങ്ങനെ എഴുതാം? കോൺസ്റ്റന്റ് ഇല്ല എന്നൊരു ഡൗട്ട് വരുവാണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2y പ്ലസ് എന്തെന്ന് കൊടുക്കാം? 0 ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഡൗട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യാം? പ്ലസ് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ c1. അപ്പൊ നമുക്ക് ഇവരെ ഓരോരുത്തരെയും നോക്കാം, അല്ലെ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. therefore a1 is equal to 1.
ഈ ഇക്വേഷനിൽ b1 എന്താണ്? b1 is equal to -2. കാരണം y യുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? -2 ആണ്. Here c1 is equal to 0 എന്ന് കിട്ടുന്നു. c1 is equal to 0 എന്ന് കിട്ടുന്നു. അപ്പൊ a1 is equal to 1, b1 is equal to -2 and c1 is equal to 0. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. 3x. ഫസ്റ്റ് ഇക്വേഷൻ കഴിഞ്ഞു. സെക്കൻഡ് ഇക്വേഷൻ 3x plus 4y minus 20 is equal to 0. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? a1 അല്ലെ? a1 സോറി a2. അപ്പൊ സെക്കൻഡ് ഇക്വേഷനിലെ കോഎഫിഷ്യൻസ് എല്ലാം a2 അല്ലെ? a2 is equal to 3. കാരണം x ന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. therefore a2 is equal to 3 and b2 is equal to 4 and c2 is equal to -20. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഇക്വേഷന്റെ a1 b1 c1, സെക്കൻഡ് ഇക്വേഷന്റെ a2 b2 c2. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഈ a1ഉം a2ഉം b1ഉം b2ഉം c1ഉം c2ഉം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർസെക്റ്റിംഗ് ആണോ, കോയിൻസിഡന്റ് ആണോ, പാരലൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, a1ഉം b1ഉം c1ഉം a2ഉം b2ഉം c2ഉം ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ നോക്കാം. കണ്ടീഷൻ ഇതാണ്: a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണെങ്കിൽ എന്തായിരിക്കും? ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും. ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും. ആ ലൈൻസ് എങ്ങനെ ആയിരിക്കും? ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും. ഇന്റർസെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിക് സൊല്യൂഷൻ. യൂണിക് സൊല്യൂഷൻ. ഈ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ a1 by a2 ഈക്വൽ ടു b1 by b2 ഈക്വൽ ടു c1 by c2. ഇതാണ് കണ്ടീഷൻ എങ്കിൽ എന്തായിരിക്കും? കോഇൻസിഡന്റ് ആയിരിക്കും. കോഇൻസിഡന്റ് ആയിരിക്കും. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2. അപ്പോൾ ഇതാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും? നോ സൊല്യൂഷൻ ആയിരിക്കും. പാരലൽ അല്ലെങ്കിൽ എന്തായിരിക്കും? നോ സൊല്യൂഷൻ. കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. അപ്പൊ ഇതാണ് കണ്ടീഷൻ നമ്മൾ നോക്കേണ്ടത്. a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2. അപ്പൊ ഫസ്റ്റിൽ തന്നെ a1 by a2 നോക്കാം. അത് b1 by b2 നോട് ഈക്വൽ അല്ല എങ്കിൽ ബാക്കി പോർഷൻ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ്? a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണെങ്കിൽ അവരെന്തായിരിക്കും? ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും, യൂണിക് സൊല്യൂഷനും ആയിരിക്കും. ഇനി a1 by a2 ഈക്വൽ ടു b1 by b2 ഈക്വൽ ടു c1 by c2 ആണെങ്കിൽ എന്തായിരിക്കും? കോഇൻസിഡന്റ് ആയിരിക്കും. എന്നാൽ a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2 ആണെങ്കിൽ അതെന്തായിരിക്കും? പാരലൽ ആയിരിക്കും, നോ സൊല്യൂഷനും ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളിത് അത്യാവശ്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും. a1 by a2 ഈക്വൽ ടു b1 by b2 ഈക്വൽ ടു c1 by c2 ആണെങ്കിൽ കോഇൻസിഡന്റ് ആയിരിക്കും, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇനി a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2 ആണെങ്കിൽ അതെന്തായിരിക്കും? പാരലലും ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തന്നിരിക്കുന്ന ഇക്വേഷൻസിനെ എന്ത് ചെയ്യുന്നത്? പാരലൽ ആണോ, കോഇൻസിഡന്റ് ആണോ, ഇന്റർസെക്റ്റിംഗ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ്, പെയർ ഓഫ് ഇക്വേഷൻസ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. x - 2y തന്നിരിക്കുന്ന ഇക്വേഷൻ x - 2y is equal to 0 and സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 3x plus 4y minus 20 is equal to 0. ഈ കേസിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു a1 is equal to 1, b1 is equal to
minus 2 and c1 is equal to 0. Second equation natonna a2 is equal to 3, b2 is equal to 4 and c2 is equal to minus 20. അപ്പോൾ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ a1 by a2 a1 by a2 നോക്കുക. a1 by a2 എന്ന് പറയുന്നത് 1 by 3 അല്ലേ? a1 എന്താണ് 1, a2 3, therefore 1 by 3 എന്ന് കിട്ടി. a1 by a2 1 by 3 എന്ന് കിട്ടി. ഇനി നോക്കണ്ട b1 by b2 that is equal to b1 എന്ന് പറഞ്ഞാൽ minus 2 divided by 4 പിന്നെ ആൻസർ എത്ര കിട്ടും? -1 by 2. ഓക്കെ, അപ്പോൾ നോക്കാം a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2. കാരണം a1 by a2 ന്റെ വാല്യൂ 1 by 3 ആണ്, b1 by b2 ന്റെ വാല്യൂ -1 by 2 ആണ്. അപ്പോൾ ഒരിക്കലും a1 by a2 b1 by b2 എന്തല്ല ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2. therefore എന്തായിരിക്കും പെയർ ഓഫ് അല്ലെങ്കിൽ ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലെ ആ ലൈൻസ് എന്ന് പറയുന്നത്, ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ യൂണിക് സൊല്യൂഷനും ആയിരിക്കും. അപ്പൊ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2. അങ്ങനെയെങ്കിൽ ലൈൻസ് എങ്ങനെ ആയിരിക്കും? ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും, യൂണിക് സൊല്യൂഷനും ആയിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ 2x plus 3y minus 9 is equal to 0. Second equation 4x plus 6y minus 18 is equal to 0. അപ്പോൾ നമുക്ക് ഇവിടെ a1 a2 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. a1 is equal to 2, b1 is equal to 3 and c1 that is equal to minus 9. c1 is equal to minus 9. Second equation കേസിൽ a2 is equal to 4, b2 is equal to 6 and c2 is equal to minus 18. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? a1 by a2 a1 by a2 a1 2 ആണ്, a2 എന്ന് പറയുന്നത് 4 ആണ്. അത് 2 by 4 എന്ന് പറയുന്ന ആൻസർ എത്ര വരും? 1 by 2 എന്ന് കിട്ടും. ഇനി അടുത്തത് b1 by b2 3 by 6. b1 എന്ന് പറയുന്നത് 3 ആണ്, b2 എന്ന് പറയുന്നത് 6 ആണ്. 3 by 6 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ 3 by 6 എന്ന് പറയുമ്പോൾ എന്ത് തന്നെ 1 by 2 തന്നെയാണ് ആൻസർ വരുന്നത്. ഇനി c1 by c2 that is minus 9 divided by minus 18. കട്ടാവുന്നു. 18നെ 9 വെച്ച് കട്ട് ചെയ്യുമ്പോൾ താഴെ 2 എന്ന് വരുന്നു. therefore 1 by 2 എന്ന് ആൻസർ വരുന്നു. 1 by 2 എന്ന് ആൻസർ വരുന്നു. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കാം. ഇവിടെ a1 by a2 b1 by b2 and c1 by c2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? a1 by a2 equal to b1 by b2 equal to c1 by c2. അപ്പൊ ഇതാണ് കണ്ടീഷൻ അല്ലെ? അപ്പൊ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? കോയിൻസിഡന്റ് ലൈൻസ് ആണ് അല്ലെ? കോഇൻസിഡന്റ് ലൈൻസ് ആണ്. അതെന്താണ് മീൻ ചെയ്യുന്നത്? infinitely many solutions. Okay, അപ്പോൾ a1 by a2 equal to b1 by b2 equal to c1 by c2 ആണെങ്കിൽ കോൺസ്റ്റന്റ് ലൈൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളോടെ നോക്കാം. ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ x plus 2y minus 4 is equal to 0. Second equation
2x plus 4y minus 12 is equal to 0. അപ്പോൾ x plus 2y minus 4 is equal to 0. Second equation 2x plus 4y minus 12 is equal to 0. ഈ കേസിൽ a1 a2 b2 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. a1 is equal to 1, a2 b1 is equal to 2 and c1 is equal to minus 4 is equal to minus 4. Second equation case a2 is equal to 2 and b2 is equal to 4 and c2 is equal to minus 12. ഇനി നമുക്ക് എന്ത് ചെയ്യാം a1 by a2 കാൽക്കുലേറ്റ് ചെയ്യാം. a1 by a2 a1 എന്ന് പറയുന്നത് 1, a2 എന്ന് പറയുന്നത് 2, therefore 1 by 2. ഇനി b1 by b2 b1 എന്ന് പറയുന്നത് 2, b2 is equal to 4. അപ്പോൾ 2 by 4 എന്ന് പറയുന്ന ആൻസർ എത്ര കിട്ടും 1 by 2 കിട്ടുന്നു. ഇനി c1 by c2 കാൽക്കുലേറ്റ് ചെയ്യാം. c1 is equal to minus 4, c2 is equal to minus 12. അതായത് ഇതിന്റെ ആൻസർ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും 1 by 3 എന്നാണ് കിട്ടുന്നത്. ഇവിടെ നോക്കാം a1 by a2 equal to b1 by b2 ആണ്. പക്ഷേ c1 by c2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 by 3 ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം a1 by a2 equal to b1 by b2 not equal to c1 by c2. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ അവിടെ എന്താണ് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആണ്, നോ സൊല്യൂഷൻ. അതായത് ഈ ഇക്വേഷൻ ഈ പെയർ ഓഫ് ഇക്വേഷൻസ് എന്തില്ല സൊല്യൂഷൻ ഇല്ല. അതുപോലെ തന്നെ അവരെ ഒരു ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് പാരലൽ ലെൻസും ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഗ്രാഫിക്കലി നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയും നമുക്ക് പാരലൽ ആണോ കോയിൻസിഡന്റ് ആണോ ഇന്റർസെക്റ്റിംഗ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു a1 by a2 അതായത് a1 കോഎഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ അവരെ കമ്പയർ ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പാരലൽ ആണോ കോയിൻസിഡന്റ് ആണോ അതുപോലെ തന്നെ ഇന്റർസെക്റ്റിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് അത്യാവശ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.